വയനാട്ടിൽ പഞ്ചാരക്കൊല്ലിയിൽ ദൗത്യസംഘത്തിന് നേരെ കടുവയുടെ ആക്രമണം. ഒരാൾക്ക് പരിക്കേറ്റു. RRT സംഘാംഗം ജയസൂര്യയ്ക്കാണ് പരിക്കേറ്റത്. വിവരങ്ങളുമായി ആ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജോഷില ചേരുന്നുണ്ട്. ജോഷില, അല്പം മുമ്പാണ് നമ്മൾ കണ്ടത് പരിക്കേറ്റ ദൗത്യസേനാംഗം RRT അംഗം ജയസൂര്യൻ കൊണ്ട് വാഹനം ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്. നിലവിൽ അന്വേഷണത്തിൻ്റെ രീതി, ഈ തെരച്ചിലിൻ്റെ രീതി എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഈ നേരത്തെ കടുവയെ വെടിവെച്ചു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു, പക്ഷേ അങ്ങനെ ഒരു സ്ഥിരീകരണമില്ല. പക്ഷേ ഈ കടുവയുടെ ആക്രമണം തന്നെയാണ് RRT സംഘം ജയസൂര്യയ്ക്ക് ഏറ്റതെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടല്ലോ. മന്ത്രി തന്നെ കാര്യം സ്ഥിരീകരിക്കുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ തെരച്ചിലിൻ്റെ രീതി? സിജു, തറാട്ട് എന്ന പ്രദേശത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നും ഈ റോഡ് വഴിയാണ് കടുവയെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് പോകേണ്ടത്. അവിടെ വെച്ചാണ് RRT ഉദ്യോഗസ്ഥൻ ജയസൂര്യയ്ക്ക് പരിക്കേറ്റിരിക്കുന്നത്. കടുവയുടെ ആക്രമണത്തിൽ തന്നെയാണ് പരിക്കേറ്റിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നു. എന്നാൽ പരിക്ക് ഗുരുതരമല്ല എന്നുള്ള കാര്യം ആശ്വാസകരമായ ഒരു വാർത്ത കൂടി പങ്കുവയ്ക്കുകയാണ്. വലത് കൈക്കാണ് പരിക്കേറ്റത്. പരിക്ക് ഗുരുതരമല്ല. എന്നാൽ പോലും മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ ഈ വഴി കൊണ്ടുപോയിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ആളുകൾക്ക് പ്രവേശനം നൽകിയിട്ടില്ല. കാരണം ഇവിടെ നിന്നും ഏകദേശം 500 മീറ്റർ അപ്പുറത്താണ് ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്ത സ്ഥലം. അവിടേക്ക് അരുൺ സക്കേറയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ഇപ്പോൾ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രദേശത്ത്. ഇതിന് ഇപ്പുറം ഞാനിപ്പോൾ നിൽക്കുന്നത് ജനവാസ മേഖലയിലാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തുള്ളത് തേയിലത്തോട്ടമാണ്. അത് അവസാനിക്കുന്നിടത്ത് മുതൽ നമുക്ക് കാണാൻ സാധിക്കും വിഷ്വലിൽ. ഇതിന് അപ്പുറത്ത് നല്ല ഉൾക്കാട് വരുന്ന പ്രദേശമാണ്. ഈ റോഡിലൂടെയാണ് കഴിഞ്ഞ ദിവസം രാധയെ അച്ചപ്പൻ കൊണ്ടുവിട്ടത് എന്നുള്ളതാണ്. ഈ റോഡിലൂടെ പോയാൽ പ്രിയദർശിനി പ്ലാന്റേഷന്റെ മറ്റൊരു ഭാഗത്തേക്ക് കഴിഞ്ഞ ദിവസം കടുവ കടിച്ചു കൊന്ന രാധ ജോലി ചെയ്തിരുന്ന പ്ലാന്റേഷന്റെ മറുഭാഗത്തുള്ള കാപ്പിത്തോട്ടത്തിലേക്ക് എത്തിച്ചേരും. അവിടെ ആ ഒരു പ്രദേശത്ത് ഇവിടെ നിന്നും 1/2 കിലോമീറ്റർ മാത്രമേ എത്തിച്ചേരാനുള്ളൂ. ആ ഒരു ലൊക്കേഷനിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ള കാര്യവും ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഇന്ന് രാവിലെ മുതലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കവും നഗരസഭയുടെ അനൗൺസ്മെന്റും അടക്കം കടുവ ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്നതാണ് പരിക്കേറ്റ ജയസൂര്യ എന്ന് പറയുന്ന RRT സംഘാംഗം. അദ്ദേഹത്തിനാണ് രാവിലെ ഈ കടുവയെ തിരയുന്നതിനിടെ പരിക്കേറ്റത്. അദ്ദേഹത്തിന്റെ കൈക്കാണ് പരിക്കേറ്റത്. പരിക്ക് സാരമുള്ളതല്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത്. ഏതായാലും ജോഷില അടക്കമുള്ള മാധ്യമപ്രവർത്തകർ ഇപ്പോൾ രാധയെ കടുവ ആക്രമിച്ച സ്ഥലത്താണ് നിൽക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവിടെയും വലിയ തരത്തിലുള്ള തെരച്ചിൽ ദൗത്യസേനാംഗങ്ങൾ അവിടെയും നിലയുറപ്പിച്ചിട്ടുണ്ടല്ലോ. ഇതിന് തൊട്ടടുത്ത് തന്നെയാണോ കടുവയെ കണ്ടതെന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? നേരത്തെ നാട്ടുകാർ തന്നെ അക്കാര്യം പറയുകയും ചെയ്തു. ഇന്നലെ വൈകുന്നേരത്ത് ജോഷില നിന്ന അതേ സ്ഥലത്ത് അവിടെ നിന്ന് നാട്ടുകാർ പറഞ്ഞു ഈ കടുവയെ കണ്ടു എന്ന് പറഞ്ഞു. ആ കടുവയെ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതെല്ലാം ഈ പഞ്ചാരക്കൊല്ലിക്ക് ചുറ്റുവട്ടമുള്ള പ്രദേശങ്ങളാണോ? താറാട്ട് 3 കിലോമീറ്റർ അകലെയാണ് പഞ്ചാരക്കൊല്ലിക്ക്. ആ പ്രദേശത്ത്, അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കടുവ ഈ പഞ്ചാരക്കൊല്ലി മേഖലയിൽ തന്നെ ഉണ്ട്. ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഉണ്ട്. ഒരുപക്ഷെ പ്ലാന്റേഷനിലായിരിക്കാം, അല്ലെങ്കിൽ വനമേഖലയിലായിരിക്കാം. പക്ഷേ അവിടെ തന്നെ ഉണ്ട് എന്നുള്ള ഉറപ്പിൽ തന്നെയാണ് ഇപ്പോൾ അരുൺ സക്കറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ അവിടെ നിലയുറപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും പുലിയെ കണ്ടു കഴിഞ്ഞാൽ വെടിവെക്കുക തന്നെയാണ് തീരുമാനം, അല്ലേ? സിജു, കടുവയെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ വെടിവെക്കുക എന്നുള്ളത് തന്നെയാണ് തീരുമാനം. ഈ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും കടുവ കൂട്ടിലേക്ക് കയറാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് രാധയെ കടുവ കടിച്ചു കൊന്ന സ്ഥലത്തല്ല, മറിച്ച് ഞാൻ ഇന്നലെ കാണിച്ചിരുന്ന ആ ഒരു നൗഫലിൻ്റെ വീടിൻ്റെ പരിസരത്തുമല്ല. ഇത് മറ്റൊരു പ്ലാന്റേഷൻ്റെ ഒരു ഭാഗമായിട്ടുള്ള, അതായത് തേയില പ്ലാന്റേഷൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ്. എന്നാൽ ഇവിടെ പ്ലാന്റേഷൻ അവസാനിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഉള്ള ഭാഗം വനപ്രദേശമാണ്. ഈ ഒരു വനപ്രദേശത്തു കൂടിയാണ് ഇവിടെ നിന്നും എളുപ്പത്തിൽ രാധയെ കടിച്ച് കൊന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ വഴിയാണ് രാധയുടെ വീട്, ഇതിനടുത്താണ്. ഈ വഴിക്കാണ് രാധയെ ഭർത്താവ് അച്ചപ്പൻ അവിടേക്ക് കൊണ്ടുവിട്ടത്, അതായത് ജോലി സ്ഥലത്തേക്ക് കൊണ്ടുവിട്ടത് ഇന്നലെ. ആ പരിസരത്തു നിന്നും 1/2 കിലോമീറ്റർ ഇപ്പുറത്താണ്, അതായത് ഞാൻ നിൽക്കുന്നതിൻ്റെ ഭാഗത്തു നിന്നും 1/2 കിലോമീറ്റർ അപ്പുറത്തും രാധയെ കടിച്ചു കൊന്നതിൻ്റെ 1/2 കിലോമീറ്റർ ഇപ്പുറത്തും രണ്ട് ഭാഗമാണ്. അതിൻ്റെ ഒരു മധ്യഭാഗത്തായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇന്ന് കടുവയെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. RRT സംഘം ഇന്നലെ ഇവിടെയുള്ള ഒരു സ്ത്രീ വാച്ചറോട് വിളിച്ചു പറഞ്ഞിരുന്നു, ഇന്നലെ ഭീകരമായ ശബ്ദം കേട്ടു, കുരങ്ങിൻ്റെ അലർച്ചയടക്കം കേട്ടു എന്നുള്ള കാര്യം. കുരങ്ങ് കരയുന്ന ശബ്ദം, ദയനീയമായി കുരങ്ങ് കരയുന്ന ശബ്ദമൊക്കെ കേട്ടു എന്നുള്ള കാര്യം ഇന്നലെ ഇവിടെയുള്ള ഒരു സ്ത്രീ വാച്ചറോട് വിളിച്ചു പറഞ്ഞിരുന്നു. ഇന്ന് RRT സംഘത്തിൻ്റെ 10 സംഘങ്ങളായിട്ട് കാടടക്കി തിരച്ചിൽ ആരംഭിച്ചിരുന്നു. കടുവയെ ഇന്ന് എന്തായാലും ലൊക്കേറ്റ് ചെയ്യും എന്നുള്ളത് തന്നെയായിരുന്നു DFO അടക്കം
ഞങ്ങളോട് നേരത്തെ പങ്കുവച്ചിരുന്നത്. ആ ഒരു രീതിയിൽ തന്നെ കാടടച്ചുള്ള ഒരു തിരച്ചിൽ ആരംഭിക്കാനായി 10 സംഘത്തെ പല സ്ഥലങ്ങൾ പ്ലാന്റേഷന്റെ പല ഭാഗങ്ങളിലായി വിന്യസിച്ചിരുന്നു. അതിൽ ഒരു സംഘമാണ് ഇവിടേക്ക് ഇന്നലെ രാത്രി മുതൽ നിലയുറപ്പിച്ചത്. കാരണം ഇത്തരത്തിലൊരു ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സംരക്ഷണം നൽകാൻ RRT സംഘം ഏത് സമയത്തും സംരക്ഷണം നൽകും എന്നുള്ള വാക്കും വനം വകുപ്പ് അറിയിച്ചിരുന്നു. ആ ഒരു രീതിയിൽ ഇന്നലെ ഇവർക്ക് സംരക്ഷണം നൽകുകയും ആ ഭാഗങ്ങൾ തിരച്ചിൽ നടത്തുകയും ചെയ്യുമ്പോഴാണ് ജയസൂര്യയെ പെട്ടെന്ന് പൊടുന്നനെ കടുവ ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ആ ഒരു സമയത്ത് തന്നെ രക്ഷപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇവിടെയുള്ള പ്രദേശവാസികൾ ഒരു വെടിയൊച്ച കേട്ടു എന്ന് പറയുന്നുണ്ട്. ആ വെടിയൊച്ച ചിലപ്പോൾ ജീവൻ രക്ഷയുടെ ഭാഗമായി 12 ബോർ ഗൺ ഉപയോഗിച്ചുള്ള വെടിയൊച്ച ആയിരിക്കാം എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റു രീതിയിൽ കടുവയെ മയക്കുവെടി വെച്ചിട്ടില്ല. അരുൺ സക്കറി അടക്കമുള്ള സംഘം ഉടനെ തന്നെ ഈ ഒരു ആക്രമണമുണ്ടായ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ ഇപ്പോൾ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കടുവയെ കാണുന്ന മാത്രയിൽ വെടിവെച്ച് കൊല്ലും എന്നുള്ളത് തന്നെയാണ് തീരുമാനം. നേരത്തെ ഇന്നലെയൊക്കെ നമ്മൾ പങ്കുവെച്ചതുപോലെ മറ്റു നിയമങ്ങളൊന്നും അവിടെ പാലിക്കപ്പെടാനില്ല. കാരണം കടുവ കൂട്ടിലേക്ക് കയറില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ഇവിടേക്ക് വനം വകുപ്പിന്റെ വാഹനം പോകുന്നുണ്ട്. അവർ തമ്മിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ 10 അംഗങ്ങൾ അടങ്ങിയ ഒരു ടീം, അല്ലെ 8 അംഗങ്ങൾ അടങ്ങിയ ഒരു ടീം, അങ്ങനെ 10 സംഘങ്ങളാണ് അവിടെ ഉള്ളത്. അതായത് ഈ പ്രദേശം മുഴുവനും ഈ സംഘാംഗങ്ങളുണ്ട്. ഏത് തരത്തിലും പുലിയെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ്, പുലിയെ വെടിവെക്കുക എന്നുള്ളത് തന്നെയാണ്. രാവിലെ ഈ കടുവയെ കണ്ട ആ സ്ഥലത്ത് അവിടെ ഈ ജയസൂര്യയെ കൂടാതെ അവിടെ 7 ഉദ്യോഗസ്ഥർ കൂടി RRT സംഘങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. നേരത്തെ ജോഷ്ല പറഞ്ഞതുപോലെ തന്നെ വെടിവെച്ചത് സ്വയരക്ഷയുടെ ഭാഗമായിട്ടായിരിക്കാം. ഏതായാലും ഇപ്പോൾ തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത് ഈ തറാട്ട് എന്ന് പറയുന്ന ഭാഗത്ത് തന്നെയാണോ? തീർച്ചയായും തറാട്ട് ഭാഗത്താണ് ഇപ്പോൾ തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത്. സിജു, അതിനിടയിൽ കടുവയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പുലി മാറിപ്പോകരുത്. മറ്റൊരു കാര്യം, ഇവിടേക്ക് മറ്റ് സംഘങ്ങളെ കൂടി വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ, ആക്രമണം നടന്ന ഉടൻ തന്നെ ബേസ് ക്യാമ്പിൽ ഈ വിവരം അറിയുകയും അവിടെ നിന്നും എല്ലാ ഉദ്യോഗസ്ഥരും, റേഞ്ച് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ നേരെ ഈ ഭാഗത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെയാണ് അരുൺ സക്കറിയ അടക്കമുള്ള സംഘത്തെ ഇവിടേക്ക് ലൊക്കേറ്റ് ചെയ്യുകയും ചെയ്തത്. എന്തായാലും എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടേക്ക് കേന്ദ്രീകരിച്ചിട്ടുണ്ട്. കാടടക്കിയുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്.